ഇനി 7 രാത്രികൾ പകലുകൾ. ഈ രാത്രികൾ സുന്ദര രാത്രികളൊന്നും ആയിരിക്കില്ല. വളരെയധികം സമ്മർദ്ദത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും രാത്രികളായിരിക്കും. 7-ാം നാളിൽ ഫലം വരാൻ പോവുക. അത് പലരുടെയും സ്വപ്നങ്ങളെ വിഫലമാക്കി തീർക്കും, അല്ലേ? തീർച്ചയായും. ആരുടെയൊക്കെ സ്വപ്നങ്ങളെയാണ് വിഫലമാക്കുക, ആരുടെയൊക്കെ സ്വപ്നങ്ങളാണ് സഫലമാവുക? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം പലരുടെയും സ്വപ്നങ്ങൾ കെടുത്തുന്നതും പലർക്കും സ്വപ്നങ്ങൾ നൽകുന്നതുമാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ UDF-ന്, കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് വളരെയേറെ സാധ്യതകളും അവർക്ക് ധാരാളം സ്വപ്നങ്ങൾ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോലായിരിക്കും കേരളത്തിൽ ഇനി വരാൻ പോകുന്നത്. അതേപോലെ കേരളത്തിലെ CPM-നും ഘടകകക്ഷികൾക്കും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടുന്ന ഒരു ഭരണം കൂടിയായിരിക്കും. തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് വളരെ ഭരണവിരുദ്ധ വികാരം വളരെ വ്യക്തമാണ് കേരളത്തിൽ. അത് എങ്ങനെയും ഈ ഗവൺമെന്റിനെ മാറ്റണം എന്ന് ജനങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ളതുപോലെയാണ് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് നടന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ ഈ നോക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒബ്സർവേഷൻ സർവേ ഒക്കെ കണ്ടു, ശരിയാണ്, സാർ പറഞ്ഞ തരത്തിലാണ് സർവേകൾ പലതും പോകുന്നു. പക്ഷേ ഈ നീണ്ട കാലത്തെ ഒരു കാത്തിരിപ്പിൻ്റെ വേളയിൽ ഓരോ മുന്നണിയും കാണിക്കുന്ന, അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥി കാണിക്കുന്ന കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിൽ വലിയൊരു പാരാമീറ്ററാണ്. ഈ കോൺഫിഡൻസ് ബിൽഡിംഗ് വെച്ച് നോക്കുമ്പോൾ CPM-ന് അത്രയൊന്നും വലിയൊരു കോൺഫിഡൻസ് കുറഞ്ഞിട്ടില്ല. അതിൻ്റെ പല ആൾക്കാരും സ്റ്റഡീഡായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് തുടർ ഭരണം കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് വെറും ഒരു CPM-നെ സംബന്ധിച്ചൊരു സ്റ്റഡീഡായിട്ടുള്ള ഒരു സൈലൻസ് ഉള്ളത്, സ്റ്റഡീഡായിട്ടുള്ള അവരുടെ ഒരു എക്സ്പ്രഷനാണ് വരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം CPM പറയുമ്പോൾ ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടതാണ്. CPM എപ്പോഴും കറുപ്പെന്ന് പറയുമ്പം CPM വെളുപ്പെന്ന് പറയും, അതിൻ്റെ അണികളെല്ലാം അത് വെളുപ്പാണെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അത് കറുപ്പ് തന്നെയായിരിക്കും. അത് എപ്പോഴും CPM-ന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അവരൊരിക്കലും പരാജയം സമ്മതിക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ ഇപ്പം പാർട്ടിയെ ജയിക്കുകയുള്ളൂ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കും. പരാജയം തോൽക്കാം എന്നുള്ളത് ഭാഗികമായിട്ട് അവർ സമ്മതിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കുറെ സീറ്റുകൾ പോകാം സമ്മതിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ അവര് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഇവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 11ഓളം മന്ത്രിമാർ പരാജയപ്പെടുമെന്നുള്ളതാണ്. എന്നാലും ഞങ്ങൾ വരുമെന്നുള്ളൊരു വാശിയിലാണ്. ഒരു കാരണവശാലും 12 മന്ത്രിമാർ തോക്കുന്ന ഒരു ഭരണം എവിടെ തിരിച്ചു വരുമെന്ന് പറയുന്നത് ആരെങ്കിലും തിരിച്ചു വരുമോ? 1 ഡസൻ മന്ത്രിമാർ തന്നെ തോക്കുമെന്ന് പറയുന്ന, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തോക്കുമെന്ന് പറയുന്ന ഒരു ഇലക്ഷൻ പ്രൊഡിക്ഷനിൽ എങ്ങനെയാ മുന്നണി തിരിച്ചു വരുമെന്ന് പറയാൻ കഴിയുക? തിരുവനന്തപുരത്ത് ശിവൻകുട്ടി തോക്കുമെന്ന് പറയുന്നുണ്ട്, കടകംപള്ളി തോൽക്കുമെന്ന് പറയുന്നുണ്ട്. ശിവൻകുട്ടിയുടെ വിജയം അവർ ഉറപ്പിച്ചു പറയുന്നില്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതെ, അതേപോലെ തന്നെ വാസവൻ സഹകരണവും ദേവസ്വവും 2 കൊള്ള കേന്ദ്രങ്ങളായിരുന്നു. അപ്പൊ ആ മന്ത്രി തോക്കുമെന്ന് പറയുന്നുണ്ട്. മന്ത്രിമാരിൽ ഭൂരിപക്ഷവും തോക്കും, പക്ഷേ MLA-മാരിൽ ഭൂരിപക്ഷവും ജയിക്കും. ധനമന്ത്രി ബാലഗോപാൽ പോലും തോക്കുന്നുവെന്ന് പ്രഡിക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ 1 ഡസൻ മന്ത്രിമാര് കേരളത്തെ തോക്കുകയാണെങ്കിൽ ഒരു മുന്നണി എങ്ങനെ ജയിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അത് എന്നും CPM-ന്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജയിക്കും, ഒരിക്കലും അവര് തോക്കുമെന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ. ഒരു കാര്യത്തിനും സമ്മതിച്ചിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് അവർ കുറച്ച് താഴ്ന്നു നിൽക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും ഞങ്ങൾ ജയിക്കും. അല്ല, അവരിങ്ങനെ പറയും തോൽവി എന്ന് സമ്മതിക്കത്തില്ല. ഇവിടെ BJP UDF കൂട്ടുകെട്ട് എന്ന് മുന്നേ കൂട്ടി മുൻകൂർ ജാമ്യം എടുക്കാറാണ് പതിവ്. അത് വലിയ ശക്തമായിട്ടൊന്നുമില്ല, ചില മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇപ്പോൾ അവിടെ വൻതോതിലുള്ള SIR-ന്റെ ഫലമായിട്ട് ഒരുപാട് വോട്ട് നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണല്ലോ മമതാ ബാനർജി അവിടെ പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും CPM പറയുന്നില്ല. അങ്ങനെയുള്ള മുൻകൂർ ജാമ്യങ്ങളൊന്നും അവർ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും കോൺഫിഡൻസാണ്. NDA മുന്നണിക്കും കോൺഫിഡൻസാണ്, UDF-നും കോൺഫിഡൻസ് ആണ്, LDF-നും എല്ലാവർക്കും കോൺഫിഡൻസ്. ഈവൻ BJP-കാര് ഭരിക്കുമെന്ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി അങ്ങേറ്റം വരെ അതെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൽ കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ BJP കേരളം ഭരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല.
പറയാൻ സാറിന്റെ പറ്റത്തില്ല. ഈ കാരണം UDF തന്നെ വരും എന്ന് പറയാനുള്ളതിന്റെ അടിസ്ഥാന കാരണങ്ങൾ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെ. എതിർപ്പാണ്. എതിർപ്പാണ്. ഒരു 10-40 കാറുകളുമായിട്ട് പിണറായി വിജയൻ കേരളത്തിന് പാറശാല കാസർഗോഡ് വരെ ഇങ്ങനെ നടക്കുന്ന ജനങ്ങൾ കാണുന്നല്ലേ. ഇത് ആരുടെ പൈസയാണ്? ഈ 40 കാറിന്റെ പൈസ ആരാണ് കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ അതിന് ആഡംബരം. മുമ്പിരുന്ന മുഖ്യമന്ത്രി ഒരു അംബാസഡർ കാറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടില്ലേ? അതെ, പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതല്ലേ അദ്ദേഹത്തെ ജനങ്ങളല്ലേ പ്രൊട്ടക്ട് ചെയ്തത്? ജനങ്ങളുടെ എസ്കോർട്ട് മതി എന്ന് പറഞ്ഞു. ജനങ്ങളുടെ എസ്കോർട്ട്, ജനങ്ങളല്ലേ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതേപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള, ഒറ്റയാൾ പോലും ശിക്ഷിക്കപ്പെടാതെ എല്ലാവരും ഇറങ്ങിപ്പോയില്ലേ? എല്ലാവരും ഇറങ്ങിപ്പോയല്ലോ. എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ വ്യക്തമാകുന്നത്? ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് വളരെ വ്യക്തമല്ലേ? ഇതിന്റെ പ്രോസസ്സും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇത് മുകളിലറ്റം മുതൽ താഴെ അറ്റം വരെയുള്ള ആളുകളൊക്കെ അറിഞ്ഞു ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഒരു പോറ്റി കയറി ഒരു ദിവസം ഇതൊക്കെ ഊരി ഇളക്കിക്കൊണ്ട് പോയതൊന്നുമല്ല. പക്ഷേ അവിടെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, യുവതീ പ്രവേശന കാര്യത്തിൽ അത് ഗവൺമെൻറ്റും, അതായത് LDF ഗവൺമെൻറ്റും NSSും ദേ വെയർ അറ്റ് ലോഗർ ഹെഡ്സ്, പരസ്പരം വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയായിരുന്നു അന്ന് NSS ഒരു രാഷ്ട്രീയവും ഇല്ലാതെ തന്നെ പോയത്. അത് വലിയ ഫലം കണ്ട ഒരു കാര്യവുമാണ് യുവതീ പ്രവേശന കാര്യത്തിൽ. പക്ഷേ അതേ NSSന്റെ പ്രതിനിധി തന്നെ ശബരിമലയിലെ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ എന്തുകൊണ്ട് പങ്കെടുത്തു എന്ന് ചോദിച്ചപ്പോൾ യുവതീ പ്രവേശന വിഷയത്തിൽ അവർ നിലപാട് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ പോയത് എന്ന് പറയുകയും ചെയ്തു. കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോഴേ യുവതീ പ്രവേശനം എന്ന് പറയുന്ന കാര്യത്തിൽ അവർ വലിയ പിടിവാശി കാണിക്കാതെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മതപണ്ഡിതനായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ പണ്ഡിതനായിട്ടുള്ള ഒരാളെ കൊണ്ട് നിരീക്ഷിച്ച് വേണ്ട നടപടികളിലേക്ക് പോവുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തരം മലക്കം മറിഞ്ഞൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് NSS എന്ന് പറയുന്ന ഒരു സമുദായം, കേരളത്തിലെ 2ാമത്തെ സമുദായത്തെ സന്തോഷിപ്പിച്ചിരിക്കും. ഇതിന് കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനോ അദ്ദേഹത്തിൻ്റെ SNDP തന്നെ അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റില്ല, എങ്കിലും ആ സമുദായത്തിനോ വലിയ തരത്തിലുള്ള എതിർപ്പ് ഗവൺമെൻറ്റിനോട് ഇല്ലാത്ത സാഹചര്യം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമ്മളീ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് നിയന്ത്രിക്കുന്ന സമുദായങ്ങളാണ്. ആ സമുദായങ്ങളുടെ ഒരു നല്ല വിഭാഗം ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത്. അതേസമയം മറുവശത്ത് VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് നേരത്തെ ഒരു സൂചനയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ VD സതീശനാണെങ്കിൽ പല സമുദായങ്ങളുടെയും എല്ലാം നല്ല ഞാൻ പറയുന്നത് വലിയ തോതിലുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരം വളരെ ശക്തവുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്നുണ്ടോ? ആ ബാലൻസിലൂടെ CPMന് അല്ലെങ്കിൽ LDFന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള എന്തെങ്കിലും പഴുതുണ്ടോ? ആ പഴുതായിരിക്കും ഇവരുടെ ഇപ്പോഴത്തെ ഈ ആത്മവിശ്വാസത്തിൻ്റെ കാരണം. ഞാൻ കാണുന്നില്ല. ഞാൻ കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് നോക്കുകയും അത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തിലെ LDF ഈ അടുത്ത ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഈ ഗവൺമെൻറ് വീണ്ടും വരാനുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നു. ഇനി അപ്പോൾ 7 ദിവസമേ ഉള്ളൂ നമുക്ക്. എത്ര MLAമാരുടെ ഭൂരിപക്ഷം, അതായത് അസംബ്ലി നമ്മുടെ അസംബ്ലിയിൽ എത്ര വോട്ടിൻ്റെ ഒരു MLAമാരുടെ ഒരു മെച്ചം UDFന് ഒരു 85-95 MLAമാർ അല്ല ഭൂരിപക്ഷം ഉണ്ടാകാനാണ്, 85-95 MLAമാർ കിട്ടാനാണ് സാധ്യതയായിട്ട് ഞാൻ കാണുന്നത്. 85-95 അതെ, 85-നും 95-നും ഇടയ്ക്ക് MLAമാരുണ്ടാകാനുള്ള സാധ്യതയാണ് UDFനുള്ളത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. പല പ്രശ്നങ്ങളോടുമുള്ള ഈ ഗവൺമെന്റിന്റെ ജനങ്ങളെ എത്രമാത്രം പിഴിഞ്ഞെടുത്ത്. LDFനോ? അതെ, LDFന് ഞാൻ കാണുന്നത് ഒരു 60 സീറ്റ് അത്രേ കാണുന്നുള്ളൂ. 60. BJPക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? BJPക്ക് ചിലപ്പോൾ 1-2 സീറ്റ്, ചിലപ്പോൾ സാധ്യത 1-2 സീറ്റുകളിൽ നമുക്ക് സാധ്യത കാണുന്നുണ്ട്. അതിൽ താങ്കളുടെ മണ്ഡലമായിട്ടുള്ള ആറ്റിങ്ങൽ വരുമോ? ആറ്റിങ്ങൽ വരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അല്ലേ? ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. എന്തായാലും അപ്പോൾ ശരി, UDFന് അപ്പോൾ താങ്കൾ വളരെ വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളതുമായിട്ടുള്ളൊരു ഭൂരിപക്ഷമാണ് കൊടുക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ 7 ദിവസം ശരിക്കും കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. 7 ദിവസത്തിന് അപ്പുറം ഈ കണക്കുകളിലേക്ക് നമുക്ക്
വീണ്ടും കിടക്കാം. തിരിച്ചു വരാം, തുടരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.